ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ അടുത്തിടെ ഞാൻ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്നത്തെ സുവിശേഷ ഭാഗം വായിക്കുകയായിരുന്നു. അപ്പോൾ സുവിശേഷ ഭാഗം വായിച്ച് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് അവസാനം അത് ചുംബിച്ചപ്പോൾ അന്ന് വായിച്ച വചനത്തിൻ്റെ ഏറ്റവും അവസാന വചനമാണ് എൻ്റെ കണ്ണുകളെ അങ്ങോട്ട് ആകർഷിച്ചത്. അന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദനമാണ്. സാധാരണഗതിയിൽ നമ്മൾ വചനം വായിക്കുമ്പോഴും അതിനെക്കുറിച്ച് വിചിന്തനം പറയുമ്പോഴും സ്നാപക യോഹന്നാനെക്കുറിച്ചും രക്തസാക്ഷിത്വത്തെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. പക്ഷേ അന്നേ ദിവസം വചനഗ്രന്ഥം എടുത്ത് ഞാൻ ചുംബിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ ഉടക്കിയത് ഏറ്റവും അവസാന വചനത്തിലായിരുന്നു. മത്തായി 14:12. ആ വചനം കണ്ടുകൊണ്ടാണ് ഞാനതിൽ ചുംബിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ വചനം എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. തികച്ചും അപ്രസക്തമെന്ന് തോന്നിക്കുന്ന ഒരു വചനം, പക്ഷെ അത് ഒരു നല്ല ആത്മീയ ജീവിത ശൈലിയായിട്ട് എനിക്ക് തോന്നിച്ചു. ആ വചനം ഇപ്രകാരമാണ്: സ്നാപക യോഹന്നാൻ്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു, അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. നോക്കുക, സ്നാപക യോഹന്നാൻ്റെ ശിഷ്യർ വലിയ ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ്. തങ്ങളുടെ ഗുരു വധിക്കപ്പെട്ടിരിക്കുന്നു, അവൻ രക്തസാക്ഷിത്വം വഹിച്ചിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ആ ദുഃഖാവസ്ഥയിൽ അവർ ചെയ്യുന്നത്, മൃതശരീരം എടുത്തുകൊണ്ടുപോയി സംസ്കരിച്ചതിന് ശേഷം അവർ ആദ്യം ചെയ്യുന്നത് ക്രിസ്തുനാഥനെ വിവരമറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വളർച്ച നേടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇത് മാത്രമാണ്: അനുദിനം ഓരോ നിമിഷവും ക്രിസ്തുനാഥനെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും യേശുവുമായിട്ട് സമ്പർക്കത്തിലായിരിക്കുക. അതാണ് പറയുന്നത്, ഇതൊരു പുത്തൻ ആധ്യാത്മിക ജീവിത ചര്യയായിട്ട് മാറട്ടെ, ക്രിസ്തുവിനെ എപ്പോഴും വിവരങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ഈ ഒരു വചനം എന്നെ വല്ലാണ്ട് ആകർഷിച്ചതിന് ശേഷം ഞാൻ തിരുവചനത്തിലുടനീളം യാത്ര ചെയ്തു. പല അധ്യായങ്ങളും മാറി മാറി വായിച്ചു നോക്കി. ഇനിയും എവിടെയെങ്കിലും ക്രിസ്തുനാഥനെ ചില വ്യക്തികൾ വിവരം അല്ലെങ്കിൽ സന്ദേശം അറിയിക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് നോക്കി. അപ്പോഴുണ്ട്, എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് നിരവധി ഇടങ്ങളിൽ പലരും ക്രിസ്തുനാഥൻ്റെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. യേശുവുമായിട്ട് പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. യേശുവുമായിട്ട് പലരും ആശയവിനിമയം നടത്തുമ്പോൾ ക്രിസ്തുനാഥൻ്റെ അടുത്ത് ചെന്നിട്ട് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ യേശുനാഥൻ ഞൊടിയിടയിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ തിരുവചനങ്ങളിലെ കാനായിലെ കല്യാണ വിരുന്നാണ്. ഈ കല്യാണ വിരുന്നിൻ്റെ അവസരത്തിൽ ആ കുടുംബത്തിലെ അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ, ആ വിവാഹ ഭവനത്തിലെ വലിയ ദുഃഖം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് തളം കിട്ടിയപ്പോൾ അമ്മ യേശുവിനോട് ഒരു കാര്യം അറിയിക്കുകയാണ്, യേശുവിനെ ഒരു കാര്യം ധരിപ്പിക്കുകയാണ്: അവരുടെ വീഞ്ഞ് തീർന്നുപോയി എന്ന്. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ എപ്രകാരമാണോ അവരുടെ ഒരു ദുഃഖവാർത്ത യേശുവിനെ അറിയിച്ചത്, അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയവും ഒരു സന്ദേശം യേശുനാഥൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, അന്നുവരെയും യേശുനാഥൻ പരസ്യമായിട്ട് അത്ഭുതങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മറിയം ഈ വിവരം ക്രിസ്തുനാഥന് പകർന്നു കൊടുത്ത ആ അവസരത്തിൽ തന്നെ യേശു അത്ഭുതം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു ഉടനടി വളരെ ക്ലേശകരമായ അവരുടെ ജീവിത യാഥാർത്ഥ്യത്തിൽ ഇടപെടുന്നു. അവിടുത്തെ ബുദ്ധിമുട്ട് അവിടുന്ന് പരിഹരിക്കുന്നു. താമസം വിനാ തന്നെ ക്രിസ്തുനാഥന് മറിയത്തിൻ്റെ ഈ സന്ദേശം കേട്ടിട്ട് അവരുടെ ജീവിത ദുഃഖത്തിൽ ഇടപെടുന്നു എന്നുള്ളൊരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുനാഥൻ ഇടപെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വീട്ടിലൊരു കല്യാണം നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ ഭവനം നമ്മൾ പടുത്തുയർത്തുകയാണെങ്കിൽ, എപ്പോഴും മറിയത്തെയും യേശുവിനെയും വിവരങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുക. രോഗങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും വരുവാനായിട്ട് മാത്രം നമ്മൾ നോക്കി നിൽക്കരുത്. മറിച്ച് നിരന്തരം ക്രിസ്തുവുമായിട്ടും മറിയവുമായിട്ടും സമ്പർക്കത്തിലായിരിക്കുക, ആശയവിനിമയത്തിലായിരിക്കുക. നമ്മളിപ്പോൾ ഒരു കല്യാണം വീട്ടിൽ ഒരുക്കുകയാണെന്നിരിക്കട്ടെ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും അറിയിക്കും, അല്ലേ? വിവാഹ ബ്രോക്കറെ അറിയിക്കും, കേറ്ററിംഗുകാരെ അറിയിക്കും, ഫോട്ടോഗ്രാഫർമാരെ അറിയിക്കും, അങ്ങനെ എല്ലാവരെയും കാര്യങ്ങൾ അറിയിക്കും. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്: പരിശുദ്ധ അമ്മയെയും യേശുനാഥനെയും കാര്യം അറിയിക്കുക. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യരെ മാത്രം കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ മാത്രം ഇടപെടും. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ ചൈതന്യമില്ലാത്ത മനുഷ്യർ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയുള്ളൂ. വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ ഒത്തിരി മനുഷ്യരെ മാത്രം അറിയിക്കേണ്ടതിന് പകരം ക്രിസ്തുനാഥനെ അറിയിക്കുക.
യേശുവിനോട് പറയുക, എൻ്റെ ഈശോയെ വിവാഹമാണ്, എൻ്റെ മകൻ്റെ വിവാഹമാണ്, മകളുടെ വിവാഹമാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാനായിട്ട് പോകുന്നു. കർത്താവെ, അങ്ങ് അറിഞ്ഞിരിക്കുക, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറുതും വലുതുമായ സൗന്ദര്യ പിണക്കങ്ങൾ, രോഗാവസ്ഥകൾ, തകർച്ചകളൊക്കെയും ഉണ്ടാകുമ്പോൾ ഈശോയെ അങ്ങിടപെടണമേ, പരിശുദ്ധ അമ്മേ അങ്ങിടപെടണമേ എന്നൊരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കുക. ഓൾവേസ് പാസ് ഇൻഫർമേഷൻ ടു ക്രൈസ്റ്റ്. പഴയൊരു കഥയാണ്. പണ്ടൊരിക്കൽ ഒരു സൺഡേ സ്കൂളിൽ ഒരു ടീച്ചർ, അധ്യാപിക, കാനായിലെ കല്യാണ വിരുന്നിൻ്റെ കഥ കുട്ടികൾക്ക് വിവരിച്ച് നൽകുകയായിരുന്നു. കഥയൊക്കെ പറഞ്ഞതിന് ശേഷം അധ്യാപിക കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും എന്ത് സന്ദേശമാണ് കിട്ടുന്നത്? പെട്ടെന്ന് തന്നെ അതിലൊരു മിടുക്കൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ടീച്ചറെ, എനിക്ക് കിട്ടിയ സന്ദേശം ഇതാണ്. വീട്ടിലൊരു കല്യാണം നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഈശോയെ മാതാവിനെ വിളിക്കണം കേട്ടോ. കൊച്ചുകുട്ടി അവൻ്റെ നിഷ്കളങ്കതയിൽ പറഞ്ഞാണ്, വീട്ടിലൊരു കല്യാണം നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം യേശുവിനെയും മറിയത്തെയും അറിയിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കൗദാശിക ജീവിതത്തിലൊക്കെയും നമ്മൾ ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങൾക്കൊക്കെയും ഒത്തിരി പ്രസക്തി കൊടുക്കും. ലോകത്തിലുള്ള സകലരെയും നമ്മൾ അറിയിക്കും, ക്ഷണിക്കും. ക്രിസ്തുവിനെയും മാതാവിനെയും ഒഴികെ ബാക്കി എല്ലാവരെയും നമ്മൾ ക്ഷണിക്കും. പക്ഷെ ഇന്നു മുതൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട, നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു ചിന്തയാണിത്. ജീവിതത്തിൽ പ്രശ്നമുണ്ടായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ സന്തോഷമുണ്ടായിക്കൊള്ളട്ടെ, ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളായിക്കൊള്ളട്ടെ, എപ്പോഴും ക്രിസ്തുനാഥനുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുക, എപ്പോഴും യേശുനാഥനുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെയും മർത്തയുടെയും മറിയത്തിൻ്റെയും കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ലാസർ രോഗബാധിതനായിരുന്നപ്പോൾ ക്രിസ്തുനാഥൻ അവരുടെ ഭവനത്തിൽ നിന്ന് ഒത്തിരി ദൂരെയായിരുന്നു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. വചനം പറയുന്നുണ്ട്, യോഹന്നാൻ 10:40, ജോർദാൻ്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തായിരുന്നു യേശുനാഥൻ ആ സമയത്ത്. അപ്പോൾ ഏകദേശം ഒരു ദിവസത്തെ യാത്രയുണ്ട് യേശുനാഥൻ എവിടെയായിരിക്കുന്നു അതുപോലെ ലാസറുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട്. അതുകൊണ്ട് തന്നെ ലാസർ രോഗബാധിതനായപ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ സന്ദേശം കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, ഇവിടെയും ഒരു സന്ദേശം പകർന്നു നൽകുന്നു. യേശുവിൻ്റെ അടുക്കൽ സന്ദേശം എത്തിക്കുവാനായിട്ട് ഈ സഹോദരിമാർ ഒരു സന്ദേശവാഹകനെ യേശുനാഥൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. വചനം പറയുന്നുണ്ട്, യോഹന്നാൻ 11:3 അവസാനം, ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. അപ്പോൾ ഈ സന്ദേശവാഹകൻ ലാസറിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് ക്രിസ്തുനാഥനെ കാര്യം ധരിപ്പിച്ചപ്പോൾ യേശു ഉടനടി പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. നോക്കുക, യേശു ഒരു വിവരം അറിഞ്ഞപ്പോൾ, യേശുവിനൊരു സന്ദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശു ഉടനെ പ്രതികരിക്കുന്നു. ശരിയാണ്, യേശുനാഥൻ ഉടനെ വരുവാനായിട്ട് സാധിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 4-ാമത്തെ ദിവസമാണ് ക്രിസ്തുനാഥൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പക്ഷേ യേശുനാഥൻ വാക്കുകളാൽ ഉടനെ പ്രതികരിക്കുന്നുണ്ട്. അവരുടെ ദുഃഖാവസ്ഥയിൽ, ലാസറിൻ്റെ രോഗാവസ്ഥയിൽ ക്രിസ്തുനാഥൻ തൻ്റെ കരുതൽ പ്രകടമാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഈ രോഗാവസ്ഥ മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്ന്. ഒരുപക്ഷെ ഈ വചനഭാഗം കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും തോന്നിയേക്കാം, ശരിയാണ്, രോഗം വരുമ്പോൾ ഈശോയെ അറിയിക്കുക, അതിനെക്കുറിച്ചായിരിക്കും അച്ഛൻ പറയാൻ പോകുന്നത്. എന്നാൽ അതല്ല, രോഗം വരുമ്പോൾ മാത്രമല്ല യേശുനാഥനെ കാര്യം അറിയിക്കേണ്ടത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ലാസറിനോടും മർത്തയോടും മറിയത്തോടും യേശുനാഥന് വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന സ്നേഹവും വാത്സല്യവും അടുപ്പവുമാണ്. അവർ രോഗാവസ്ഥ മാത്രമായിരുന്നില്ല യേശുനാഥനെ അറിയിച്ചത്. നിരന്തരം ക്രിസ്തുവുമായിട്ട് സമ്പർക്കമുള്ള ഒരു കുടുംബമായിരുന്നു ബഥനിയിലെ സഹോദരങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്തുനാഥന് ആദ്യമായിട്ടല്ല അവരുടെ കുടുംബത്തിലൊരു വാർത്ത എറിയുന്നത്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് കേൾക്കുവാനായിട്ടിടയാകുന്നത്. എപ്പോഴും യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ ആ കുടുംബത്തിന് ഒരു സ്ഥലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാർത്ത എറിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും ദുഃഖപൂർണമായ ആ വാർത്ത എറിഞ്ഞപ്പോൾ, യേശു പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നു. അവരോടുള്ള കരുതൽ യേശുനാഥൻ പ്രത്യേകിച്ച് പ്രകടമാക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുവാനായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും പരാജയങ്ങളും സഹനങ്ങളും വരുവാനായിട്ട് നോക്കിയിരിക്കുന്നവരാണ്. യേശുവിനോട് നിരന്തര സമ്പർക്കം, എല്ലാ കാര്യങ്ങളും യേശുവിനെ അറിയിക്കുന്ന ഒരു ജീവിത ശൈലി, അല്ലെങ്കിൽ പ്രാർത്ഥനാ ശൈലി വളർത്തിക്കൊണ്ട് വരേണ്ടതിന് പകരം പലപ്പോഴും നമ്മൾ രോഗമുണ്ടാകുവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആപൽഘട്ടങ്ങൾ ഉണ്ടാകുവാൻ നോക്കിയിരിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രത്യേകിച്ചും വളരെ അടിയന്തര ഒരവസ്ഥയിൽ,
ഒരു വലിയൊരു ദുരിതം നമ്മൾ നേരിടുമ്പോൾ, ഒരു വലിയൊരു വാഹനാപകടമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പെട്ടെന്നൊരു രോഗാവസ്ഥ നമ്മളുടെ ജീവിതത്തെ വല്ലാണ്ട് നമ്മളെ ഒതുക്കി കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥന ബുദ്ധിമുട്ടാണ്. മനസ്സ് മടുത്തിരിക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ മനസ്സ് മടുത്തിരിക്കുന്ന അവസരത്തിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരുന്നുണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ. മാത്രമല്ല, മനസ്സ് മടുത്തിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്നുള്ള രോഗാവസ്ഥകൾ, പെട്ടെന്നുള്ള തകർച്ചകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥിച്ച് ശീലമില്ലാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ലാസറിൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനാ ജീവിത ശൈലി അത് നമ്മളും അനുവർത്തിക്കേണ്ടതുണ്ട്. രോഗം വരുമ്പോൾ മാത്രമല്ല, എപ്പോഴും എല്ലാ നേരവും എല്ലാ കാര്യങ്ങളും ക്രിസ്തുനാഥനുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക. പൗലോസ്ലീഹ നമ്മളെ 1 തെസ്സലോനിക്ക 5-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. നോക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ഇടവിടാതെ എല്ലാ കാര്യങ്ങളും യേശുനാഥനെ അറിയിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടങ്ങളും പൊടുന്നനെ ഉണ്ടാകുന്ന ദുഃഖദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എളുപ്പമാണ്. പ്രിയമുള്ളവർ, ഈ ഒരു പ്രാർത്ഥനാശൈലി നമ്മൾ അനുവർത്തിക്കണം. കാരണം എപ്പോഴാണ് സഹനമുണ്ടാകുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. എപ്പോഴാണ് ഇപ്പോഴുള്ള സുഖലോലുപതയിൽ നിന്നും എല്ലാം നല്ല രീതിയിൽ പോകുന്ന അവസരത്തിൽ നിന്നും പെട്ടെന്ന് നമ്മൾ നിപതിക്കുന്നത് എന്ന് നമുക്കൊരിക്കലും പറയുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെയൊക്കെ പ്രാർത്ഥനകളാക്കി പരിണമിക്കുക. അല്ലാത്ത പക്ഷം രോഗാവസ്ഥകളും തകർച്ചകളും ഒക്കെ വരുവാൻ നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ വേളകളിൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യർ ചെയ്തതുപോലെ, ലാസറിൻ്റെ സഹോദരിമാർ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും നിരന്തരം യേശുനാഥനെ അറിയിക്കുന്ന ഒരു സൽസ്വഭാവം, ഒരു പ്രാർത്ഥനാശൈലി നമുക്ക് ഓരോരുത്തർക്കും വളർത്തിക്കൊണ്ടുവരാം. വീണ്ടും മർക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ തളർവാദ രോഗിയെയും സംവഹിച്ചുകൊണ്ടുവരുന്ന 4 സുഹൃത്തുക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വലിയ റിസ്ക് എടുത്തിട്ടാണ് ഈ 4 പേരും കൂടെ ക്രിസ്തുനാഥൻ്റെ അടുത്ത് തങ്ങളുടെ സുഹൃത്തിനെ സംവഹിച്ചുകൊണ്ട് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തളർവാദം പിടിച്ച് വീട്ടിൽ കിടന്ന ആ വ്യക്തിയെ വളരെ ബുദ്ധിമുട്ടി എടുത്തുകൊണ്ട് ക്രിസ്തുനാഥനിരിക്കുന്ന ആ വീടിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ കാര്യം ധരിപ്പിക്കണം, എങ്ങനെയെങ്കിലും സ്വന്തം സുഹൃത്തിൻ്റെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് ക്രിസ്തുനാഥനെ അറിയിക്കണം, യേശുവിന് വിവരം കൈമാറണമെന്ന് ശഠിക്കുന്ന ആ വ്യക്തികൾ വലിയ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ആ വീടിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയതിന് ശേഷം കട്ടിലിൽ ആ വ്യക്തിയെ ഉയർത്തി ക്രിസ്തുവിൻ്റെ മുൻപിൽ ആ വ്യക്തിയെ അല്ല ഇറക്കി വയ്ക്കുന്നത്, വലിയൊരു സന്ദേശവും വലിയൊരു പ്രാർത്ഥനയും വലിയൊരു യാചനയുമാണ് യേശുനാഥൻ്റെ മുൻപിൽ ഇറക്കി വയ്ക്കുന്നത്. എന്നിട്ട് ഈശോയോട് മൂകമായ ഭാഷയിൽ അവർ പറയുകയാണ്, യേശുവേ, ഞങ്ങളുടെ സുഹൃത്തിന് തളർവാദം പിടിച്ചു കിടക്കുകയാണ്, ഇവനെ സുഖപ്പെടുത്തണം എന്നുള്ളൊരു സന്ദേശമാണ് ആ 4 നല്ല സുഹൃത്തുക്കൾ യേശുനാഥന് കൈമാറുന്നത്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ദുഃഖദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതു വിധേനയും യേശുവിനെ വിവരമറിയിക്കുക കേട്ടോ. ഏതു വിധേനയും, അത് എത്ര ബുദ്ധിമുട്ടിയിട്ടായിക്കൊള്ളട്ടെ, എത്ര സഹനങ്ങളിലൂടെ പോയിട്ടാകട്ടെ, എത്ര റിസ്ക് എടുത്തിട്ടാകട്ടെ, ജീവിതം അപായപ്പെടുത്തിക്കൊണ്ട് തന്നെയാകട്ടെ, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വേദനകളെ, നമ്മുടെ സന്ദേശങ്ങളെ യേശുനാഥൻ്റെ മുൻപിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കണം. ക്രിസ്തുനാഥൻ തീർച്ചയായിട്ടും ഇടപെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീണ്ടും നമ്മൾ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് തിരികെ വരികയാണ്. അവിടെ നമ്മൾ കാണുന്നു 13-ാം തിരുവചനം മുതൽ 5 അപ്പം യേശുനാഥൻ 5000 പേർക്ക് വിതരണം ചെയ്യുന്നത്. ഇവിടെയും ശിഷ്യരാണ് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം ഉണർത്തിക്കുന്നത്. അവർക്ക് വിശക്കുന്നുണ്ട് കർത്താവേ, അവർ രാവിലെ മുതൽ പട്ടിണിയാറ്, അവർക്ക് എന്തെങ്കിലും നമ്മൾക്ക് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശപ്പിനെക്കുറിച്ച് വചനം ശ്രവിക്കുവാനായിട്ട് കടന്നു വന്ന നിരവധിയായ ജനങ്ങൾക്ക് അവരുടെ വിശപ്പിനെക്കുറിച്ചുള്ള സന്ദേശം ക്രിസ്തുനാഥൻ്റെ അടുത്തെത്തിക്കുന്നത് യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണമാണ്. അപ്പോൾ ആ സന്ദേശം യേശു ശ്രവിച്ച മാത്രയിൽ തന്നെ അവിടുന്ന് അവരുടെ വിശപ്പിനെ നിഹനിക്കുവാനായിട്ട് ഇടപെടുന്നു. ഇവിടെയും നമ്മൾ കാണുന്നത് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ മറ്റൊരു കഥാപതിപ്പാണ്. അവിടെ ദാഹമകറ്റുവാനായിട്ട് വീഞ്ഞു തീർന്നു പോയി എന്ന സന്ദേശവുമായിട്ട് മറിയം യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇവിടെ ശിഷ്യന്മാർ യേശുവിനോട് വന്ന് പറയുകയാണ്, അവർക്ക് വിശക്കുന്നുണ്ട്, അവർക്ക് അപ്പമില്ല എന്ന് പറഞ്ഞിട്ട് യേശുവിനെ മറ്റൊരു വലിയ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ഈ ശിഷ്യന്മാരെ ക്ഷണിക്കുന്നു. ഉടനടി തന്നെ ക്രിസ്തു അവിടെ ഇടപെടുകയും അവരുടെ വിശപ്പിനെ യേശുനാഥൻ ദൂരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ്
യേശുവിനെ നമ്മൾ കാര്യങ്ങൾ അറിയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, ക്രിസ്തു പെട്ടെന്ന് തന്നെ ഇടപെടും. നമ്മുടെ രോഗാവസ്ഥകളിൽ, നമ്മുടെ തകർച്ചകളിൽ, നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിലൊക്കെയും എപ്പോഴും എപ്പോഴും യേശുനാഥനെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുക. ഇനി സഹനങ്ങളുടെ വേളകളിൽ മാത്രമല്ല, ആനന്ദത്തിൻ്റെ വേളകളിൽ, സന്തോഷത്തിൻ്റെ വേളകളിൽ, അനുഗ്രഹദായകമായ നിമിഷങ്ങളിൽ പോലും എൻ്റെ ഈശോയെ, എനിക്ക് ഇത്രയും സന്തോഷമുണ്ട്, എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു, അതിനെ പ്രതി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതുപോലും ക്രിസ്തുവിൻ്റെ മുൻപിൽ ആനന്ദത്തോടുകൂടി ഇറക്കി വയ്ക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെ കൊണ്ടും കഴിയണം. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെയും കൂടാതെ മറ്റു നിരവധി പേരും സന്ദേശങ്ങളുമായിട്ട് യേശുനാഥൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. ക്രിസ്തു ഈ സന്ദേശം സ്വീകരിച്ച് അവരുടെ വിശ്വാസം തിരിച്ചറിഞ്ഞ് ദ്രുതഗതിയിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണങ്ങൾ: ജൈറൂസ് തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു സന്ദേശവുമായിട്ട് ജൈറൂസ് തന്നെ കടന്നു വരുന്നു. ശതാധിപൻ സ്വന്തം ഭൃത്യൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നുണ്ട്. ശിമയോൻ പത്രോസ് സ്വന്തം അമ്മായിയമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ യേശു ഈ സന്ദേശം സ്വീകരിക്കുന്നു. ഇതൊക്കെയും ഒരു തരത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. ശിമയോൻ അമ്മായിയമ്മയ്ക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു. ജൈറൂസ് മകൾക്ക് വേണ്ടി, ശതാധിപൻ ഭൃത്യന് വേണ്ടിയിട്ട്, പരിശുദ്ധ അമ്മ കാനായിലെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട്, ലാസറിന് വേണ്ടിയിട്ട് സഹോദരിമാർ മധ്യസ്ഥം യാചിക്കുന്നു. തളർവാദ രോഗിക്ക് വേണ്ടിയിട്ട് സ്വന്തം സുഹൃത്തുക്കൾ മധ്യസ്ഥം യാചിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഇന്ന് നമ്മൾ ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ അത് ക്രിസ്തുനാഥൻ്റെ അടുത്ത് സന്ദേശമെത്തിക്കലാണ് എന്ന് മനസ്സിലാക്കുക. ഈശോ തീർച്ചയായിട്ടും ഇടപെടുക തന്നെ ചെയ്യും. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ അടുത്ത് കാര്യമറിയിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. യേശുവിനെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയിക്കുക, അവിടുത്തെ വിവരങ്ങൾ അറിയിക്കുക. യേശുവിൻ്റെ അടുക്കൽ നമ്മൾ ഒരു കാര്യം ധരിപ്പിക്കുമ്പോൾ യേശുനാഥനിലുള്ള 2 സദ്ഗുണങ്ങളാണ് പെട്ടെന്ന് നമുക്ക് മുൻപാകെ വെളിവാക്കപ്പെടുന്നത്. 2 ഗുണങ്ങൾ. ഒന്നാമതായിട്ട് അവിടുത്തെ അനുകമ്പ അവിടെ പ്രകടമാകുന്നുണ്ട്. രണ്ടാമതായിട്ട് അവിടുത്തെ ദൈവികമായ ശക്തിയും പ്രകടമാകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കഥകളിലൂടെയൊക്കെ നമ്മൾ വീണ്ടും കണ്ണോടിക്കുമ്പോൾ, അത് കാനായിലായിക്കൊള്ളട്ടെ, ബഥാനിയയിലായിക്കൊള്ളട്ടെ, തളർവാദ രോഗിയുടെ കഥയിലായിക്കൊള്ളട്ടെ, എല്ലായിടത്തും യേശു വിവരം ലഭിക്കുമ്പോൾ ആദ്യമേ തന്നെ അവിടത്തേക്ക് അനുകമ്പയുണ്ടാകുന്നു. ആ കുടുംബത്തോട്, അല്ലെങ്കിൽ രോഗശൈലിയിലായിരിക്കുന്ന ആ വ്യക്തിയോട്, ആ സാഹചര്യത്തോട് ക്രിസ്തുവിന് അനുകമ്പയുണ്ടാകുന്നു. അതിൻ്റെ അടുത്ത ഘട്ടമാണ് ക്രിസ്തു തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നു എന്നുള്ളത്. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായിട്ടുള്ള ദൈവികമായ 2 കൃപകളാണ് കർത്താവിൻ്റെ അനുകമ്പയ്ക്ക് പാത്രമാവുക, അതുപോലെ തന്നെ ദൈവികമായ ശക്തി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകുക എന്നുള്ളത്. പക്ഷെ ഇന്ന് നമുക്കൊക്കെ സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ പൊടുന്നനെ രോഗാവസ്ഥകളും ക്ലേശങ്ങളും തകർച്ചകളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ കുറുകിപ്പോയി എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ തകർച്ചകളിൽ, നമ്മുടെ പരാജയങ്ങൾ നമ്മളിലേക്ക് തന്നെ പിൻവാങ്ങും. നമ്മൾ സ്വയം അങ്ങ് ചുരുങ്ങിക്കൂടുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ട്. എന്തുകൊണ്ടോ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കില്ല എന്ന് മുൻവിധിയോടെ നമ്മൾ സ്വയം പറഞ്ഞ് നമ്മളെ സ്വയം വഞ്ചിതരാക്കുന്ന ഒരു ആത്മീയ ജീവിത ശൈലി, ഒരു പ്രാർത്ഥന ശൈലി നമുക്ക് ഓരോരുത്തർക്കും ഉള്ളപ്പോൾ, സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ് നമ്മളോട് പറയുന്നത്, എന്ത് ദുർഘടാവസ്ഥയിലൂടെയും ഏത് വേദനാജനകമായ അവസ്ഥയിലൂടെയും യാത്ര ചെയ്താലും ക്രിസ്തുനാഥനെ കാര്യങ്ങൾ അറിയിക്കുക, അവിടുന്ന് ഇടപെടുക തന്നെ ചെയ്യും. ഏശയ്യായുടെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അതായത് നമ്മളെ രക്ഷിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾ സജ്ജമായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. നമ്മൾ ഒന്നേ ചെയ്യേണ്ടൂ, എപ്പോഴും യേശുനാഥനെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുക. സ്റ്റേ ഇൻ കമ്മ്യൂണിക്കേഷൻ, ഓൾവേസ് കീപ് കണക്റ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് ആശയവിനിമയങ്ങളുടെ ഒരു കാലയളവാണ്, അല്ലേ? വിവരസാങ്കേതിക വിദ്യകളുടെ കാലയളവാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഈ വിവരങ്ങൾ പരസ്പരം കൈമാറുമ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു രോഗാവസ്ഥകളൊക്കെ നമ്മൾ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് മാത്രം പങ്കുവയ്ക്കുമ്പോൾ തന്നെ വലിയ അനുഗ്രഹങ്ങൾ മനുഷ്യരിലൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ ലഭിക്കാറുണ്ട്. അപ്പോൾ എത്രമാത്രം ദൈവവുമായിട്ട് ഓരോ കാര്യങ്ങൾ നിരന്തരം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു ജീവിതശൈലിയെക്കുറിച്ചാണ് പറയുന്നത്.
നമുക്കൊക്കെയും കൊച്ചു കൊച്ചു രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ദൈവത്തെ അറിയിക്കേണ്ടതിന് പകരം അത് ആദ്യം ഇൻ്റർനെറ്റിനെ അറിയിക്കും. ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ രോഗത്തിൻ്റെ ഒരു ലക്ഷണം നമ്മുടെ ശരീരത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് ഇൻ്റർനെറ്റിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ പരതി നോക്കും. ഒരുപക്ഷെ 2-3 ദിവസം അടുപ്പിച്ചുണ്ടായ തലവേദനയായിരിക്കാം, അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഉടനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് പകരം, അല്ലെങ്കിൽ ദിവ്യവൈദ്യനായ ക്രിസ്തുനാഥനെ കാര്യം ധരിപ്പിക്കുന്നതിന് പകരം ഉടനെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യും. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രോഗത്തെക്കുറിച്ച്, ഒരു ചെറിയ ജലദോഷത്തെക്കുറിച്ച് ചോദിച്ചാലും അതിൻ്റെ അവസാനം കാണും ഈ രോഗം ഒന്നുകിൽ ഹാർട്ട് അറ്റാക്കിൽ അല്ലെങ്കിൽ ക്യാൻസറിൽ മാത്രമേ ചെന്ന് തീരൂ എന്നുള്ള കൺക്ലൂഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളിലെ പരിഭ്രാന്തി വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ, രോഗം വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ചെയ്യേണ്ടത് നമ്മൾ ചെയ്യില്ല. ആദ്യം ഏതൊരു രോഗാവസ്ഥയിലും ഏതൊരു ക്ലേശത്തിലും ആദ്യം ക്രിസ്തുനാഥനെ വിവരമറിയിക്കുക, ആശുപത്രിയിൽ പോവുക, എടുക്കേണ്ട മരുന്നെടുക്കുക. അല്ലാതെ സ്വയം ആശങ്കപ്പെട്ടിട്ട് നമ്മിലേക്ക് തന്നെ പിൻവാങ്ങിയതുകൊണ്ട് കാര്യമില്ല. ഈ വചനത്തിൽ നമ്മൾ കണ്ട ഓരോ ഉദാഹരണങ്ങളെയും നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞാൽ എനിക്ക് രോഗസൗഖ്യമുണ്ടാകുമെന്ന ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് കുറിച്ചിടാം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ജീസസ്, എപ്പോഴും യേശുവുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക. ഇനി കാനായിലെ കല്യാണ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു കല്യാണമൊക്കെ നമ്മൾ വീട്ടിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് അറിയിക്കുന്നതിന് മുൻപായി തന്നെ ക്രിസ്തുനാഥനെ നമ്മൾ വിളിച്ചറിയിക്കുക, യേശുവിനെ അറിയിക്കുക. ഓൾവേസ് ഇൻഫോം ജീസസ് ഫസ്റ്റ്. ഒരു വിവാഹമുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൊരു കല്യാണത്തിൻ്റെ ഒരുക്കത്തിന് വേണ്ടി വിവാഹ ഒരുക്ക സെമിനാറിന് പോകാൻ പറഞ്ഞാൽ പോലും ഇന്ന് വധൂവരന്മാർക്ക് വലിയ മടിയാണ്. എങ്ങനെയെങ്കിലും പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൈവശമാക്കണം. അല്ലാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന്, പരിശുദ്ധ കന്യകാമാതാവിനോട് ചേർന്ന് നിന്ന്, തിരുസഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് നിന്ന് നല്ല ഒരുക്കത്തോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇന്ന് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളാണ്. പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിങ്ങുകളുടെയും മറ്റ് ബാഹ്യമായ ആഡംബരങ്ങളുടെയും ഒക്കെ കാലഘട്ടമാണിത്. ഇന്ന് ലോകത്തിലുള്ള സകലരെയും നമ്മൾ വിളിച്ചറിയിക്കും, കേറ്ററിംഗുകാരെയും സ്റ്റുഡിയോക്കാരെയും അവരെയും ഇവരെയും ഒക്കെ. പക്ഷേ അറിയിക്കേണ്ട വ്യക്തിയെ, ക്രിസ്തുനാഥനെ നമ്മൾ അറിയിക്കുന്നില്ല. ആത്മീയമായ ഒരുക്കമില്ലാതെയാണ് പലയിടങ്ങളിലും ഇന്ന് വിവാഹങ്ങൾ നടക്കുന്നത്. ഒരിക്കൽ ഞാൻ ഒരു ഇടവകയിൽ, കേരളത്തിൽ ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം പ്രത്യേകം ദൈവജനത്തെ അറിയിക്കണം. ഞാൻ എന്താണ് അച്ഛാ, ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇവരാദ്യം പോകുന്നത് കവടി നിരത്തുന്ന കണിയാൻ്റെയും ജ്യോതിഷൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. ജ്യോതിഷനും പറഞ്ഞു കൊടുക്കും കല്യാണത്തിലുള്ള മുഹൂർത്തം. അപ്പോൾ ആദ്യം അവർ വിവരമറിയിക്കുന്നത് ഇടവക വികാരിച്ചനെ പോലുമല്ല, ക്രിസ്തുവിനെ മാത്രമല്ല അവരിയ്ക്കുന്നത്. അവരാദ്യം പോയിട്ട് ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് മുഹൂർത്തം നോക്കിയിട്ടാണ് അത്രേ പള്ളിയിൽ വന്നിട്ട് പിന്നെ കല്യാണത്തിൻ്റെതായിട്ടുള്ള മറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടത്. പ്രിയമുള്ളവർ, ഇത് പാപമാണ്. ദൈവകൽപ്പനയ്ക്കെതിരെയുള്ള പരസ്യമായ ലംഘനമാണിത്. യേശുവിനെ വിവരം അറിയിക്കേണ്ടതിന് പകരം മറ്റു പലരെയും, പ്രത്യേകിച്ചും വിശ്വാസത്തിന് നിരക്കാത്ത വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ അവരെ വിവരമറിയിച്ച് അവർ പറയുന്നതനുസരിച്ച് കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ അവിടെ പാപം ഒളിയിരിപ്പുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. മറ്റ് പരാധീനങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ നൂറായിരം ആളുകളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആദ്യം നമ്മൾ ബന്ധപ്പെടേണ്ട വ്യക്തി, ആദ്യം നമ്മൾ നമ്മുടെ ദുഃഖദുരിതങ്ങൾ പങ്കുവെച്ച് കൊടുക്കേണ്ട വ്യക്തി ക്രിസ്തുനാഥനാണ്. യേശുവിനെ വിവരം ധരിപ്പിക്കുക, അതിനുശേഷം മറ്റുള്ളവരോട് വിവരങ്ങൾ പങ്കുവയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ദുർഘടാവസ്ഥകളെ തരണം ചെയ്യുന്നത്. ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാം മാർത്തയുടെയും മറിയത്തിൻ്റെയും കഥ, അതുപോലെ തന്നെ തളർവാദ രോഗിയുടെ സുഹൃത്തുക്കളുടെ കഥ. ഇവരൊക്കെയും മധ്യസ്ഥം യാചിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായി കഴിയുന്നവരുണ്ടാകാം, മരണാസന്നരായിട്ട് കഴിയുന്നവരുണ്ടാകാം. അവർക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നതും ഒരു വലിയ പുണ്യം തന്നെയാണ്, വലിയൊരു പുണ്യമാണ്. അപ്പോൾ മാർത്തയെയും മറിയത്തെയും തളർവാദ രോഗിയുടെ സുഹൃത്തുക്കളെയും ഒക്കെ മാതൃകയാക്കിയിട്ട് നമ്മുടെ ഭവനത്തിലെയും നമ്മുടെ അയൽപക്കങ്ങളിലെയും ഒക്കെ രോഗശയ്യയിലായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കാം. നിരന്തരം ഈശോയോട് അവർക്ക് വേണ്ടി നമുക്ക് കർത്താവിനെ കാര്യങ്ങൾ ധരിപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ അയൽപക്കത്തെ വീട്ടിൽ രോഗികളുണ്ട്, മരണാസന്നരായിട്ടുള്ള വ്യക്തികളുണ്ട്, അവരെയും അങ്ങ് പരിഗണിക്കണമേ. അവർക്ക് വേണ്ടി അങ്ങ് സ്വർഗത്തിലായിരുന്നു കൊണ്ട് അനുഗ്രഹ മഴ വർഷിക്കണമേ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവരുടെ ദുഃഖാവസ്ഥയിൽ ചെയ്തതുപോലെ ക്രിസ്തുനാഥനെ എപ്പോഴും വിവരങ്ങൾ അറിയിക്കുവാനായിട്ട് നമുക്ക് പഠിക്കാം. ഈശോ നമ്മുടെ മേൽ കൃപാവർഷം ചുരിയുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആമേൻ.